ഗൗരിയുടെ ആദ്യം മുതൽ എല്ലായിടത്തും നോക്കിയാൽ ഇതിന്റെ ഇടയ്ക്ക് അതിരകാക്കും പിന്നെ കട്ടിപ്പുടിയുടെ റീമേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരുതുപ്പെട്ട എല്ലാത്തിലും ഒരു അണ്ടർലൈൻ പെയിൻ കിടക്കുന്നതായിട്ട് ഇപ്പൊ വരിയിലായാലും മ്യൂസിക് എത്ര ലൗഡായാലും വരികളിൽ ഈ പെയിൻ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ ഗൗരിയുടെ പെയിൻസിന്റെ ഒരു എക്സ്റ്റൻഷൻ കൂടിയായിട്ടാണ് ഈ മ്യൂസിക്കിനെ ട്രീറ്റ് ചെയ്യാൻ. അതെ, ഒരുപാട് ക്രിയേഷൻസ് ഭയങ്കര പെയിൻഫുൾ സ്ഥലത്ത് തന്നെ വന്നതാണ്. ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഏതൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു കുട്ടിയെ പ്രസവിക്കുന്ന പോലെയാണ് പാട്ടുണ്ടാക്കുന്നത്. അത്രയും എക്സ്ട്രീം പെയിനിൽ കൂടെ പോകുമ്പം ഒരു സൈഡിൽ കൂടെ എനിക്കറിയാം, ഓക്കെ ഇത് കഴിയുമ്പം മേ ബി ഐ വിൽ ബി ഏബിൾ ടു ക്രിയേറ്റ് സംതിങ് ഗുഡ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ ഭയങ്കരമായിട്ടുള്ള പെയിനിൽ കൂടെ പോകുമ്പോഴാണ് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് സിറ്റുവേഷൻസിൽ. ഈ മുറിവ് എന്ന പാട്ടിന്റെ ഒരു ഭാഗത്തൊന്ന് പറയാമോ? അല്ലെങ്കിൽ ഏറ്റവും പെയിൻഫുൾ ആയ പാട്ട് മുറിവ് എന്ന് പറയുന്ന സോങ് ആണ്. അതിന്റെ അല്ലെങ്കിൽ എത്ര മ്യൂസിക്കൽ എലമെന്റ് കൊടുത്ത് അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ വരികൾ ഭയങ്കര ഹോണ്ടിങ്. ഞാനൊരു കമന്റ് കണ്ടത് ഗൗരിയുടെ അതിൽ തന്നെ ആണെന്നാണ് എന്റെ വിശ്വാസം. ഈ കമന്റ്സ് കുറെ വായിക്കുന്നതുകൊണ്ട് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങളിപ്പോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പെർട്ടിക്കുലർ പാട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഇത് ഇതിന് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാൾ ഒന്ന് നിൽക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ മുറിവിന്റെ ലിറിക്സ് ഭയങ്കര ബുദ്ധിമുട്ടി എഴുതിയതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയായിരുന്നു മുറിവ്? ആക്ച്വലി അത്ര ബുദ്ധിമുട്ടിയിട്ടില്ല. എനിക്കൊന്ന് അത് ഒരു ദിസ് ഈസ് ഹൗ ഇറ്റ് ഇസ് എന്നുള്ളൊരു സ്ഥലത്തു നിന്നാണ് എഴുതിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പോയിന്റ് ചെയ്യുമ്പോഴേക്കും നമ്മളൊരു ഇതിപ്പം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ആക്സെപ്റ്റൻസിൽ എത്തിയിട്ട് വിഷമത്തിനേക്കാളും ദിസ് ഈസ് വെരി അൺഫെയർ ബട്ട് വി ആർ ഹെൽപ്ലെസ്, ഇതിപ്പോൾ ഇങ്ങനെയാണ് എന്നുള്ള വളരെ ഒരു നമ്പായിട്ടുള്ള സ്ഥലത്തു നിന്നാണ് ശരിക്കും മുറിവ് എഴുതിയിട്ടുള്ളത്. അതിൽ പെയിൻഫുൾ എലമെൻറ്റ്സ് നമ്മൾ പിന്നെ പെർഫോം ചെയ്യുമ്പോഴും പിന്നെ ആ വർക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് എനിക്ക് തോന്നുന്നു അതിൽ ഇപ്പം ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും അത്രയും ഡാൻസേഴ്സ് അത്രയും പേര് അതിലുണ്ട്. അപ്പം ഇവരൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇത് ആക്ച്വലി ഇത്രയും ആളുകളുടെ ഉള്ളിൽ തട്ടുന്ന പരിപാടിയാണല്ലോ. ഇവർ വന്ന് നമ്മൾ കൊറിയോ ചെയ്യുമ്പോഴൊക്കെയാണ് പറയുന്നത് ഇത് മറ്റേ ഭയങ്കരമായിട്ട് എനിക്ക് തട്ടി ഈ ഒരു ലിറിക്സ് കേട്ടപ്പോൾ എന്നൊക്കെ ബാക്കിയുള്ള ആളുകൾ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവും ഓക്കെ ആക്ച്വലി ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു ഐ ഹാവ് ദിസ് ടെൻഡൻസി ടു ഒരു പോയിന്റ് നമ്മളിങ്ങനെ വിഷമിച്ച് ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും റാഷണലൈസ് ചെയ്യാൻ തുടങ്ങും. റാഷണലൈസ് ചെയ്ത് പിന്നെ പെയിൻ ഇല്ലാണ്ടായിട്ട് ആ റാഷണലായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ മാത്രം ഇതിനെ കാണുന്ന ഒരു സ്റ്റേറ്റിലോട്ട് ഞാൻ പോകും തോന്നുന്നു. മേ ബി ഇറ്റ്സ് മൈ കോപ്പിംഗ് മെക്കാനിസം. ബട്ട് ചൂസ് ചെയ്തിട്ട് സങ്കടപ്പെടുന്ന ഒരു പരിപാടിയിലേക്ക് ആ ഒരു അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ മുറിവ് ഇപ്പം എനിക്ക് ഇറ്റ്സ് എ വെരി റാഷണൽ തിങ് ഫോർ മീ. വളരെ റാഷണലായിട്ടൊരു വർക്ക്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്, ദിസ് ഇസ് എ റിയാലിറ്റി. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. അപ്പം കേൾക്കുന്ന കുറേ പേർക്ക് പറയുന്നുണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കും വായിക്കുമ്പോൾ എനിക്കറിയാം, ഐ എം അവെയർ ദറ്റ് ഇറ്റ്സ് വെരി സെൻസിറ്റീവ്, വെരി ഡിഫിക്കൾട്ട് ടു റീഡ് കൈൻഡ് ഓഫ് ലിറിക്സ്. പക്ഷേ എനിക്കത് ഞാനൊരു വളരെ റാഷണൽ സ്പേസിൽ നിന്നാണ് ആ പാട്ടിനെ കാണുന്നത്. 13 വയസ്സിൽ പാട്ട് കമ്പോസ് ചെയ്ത് എനിക്ക് ഇപ്പോഴും ഒരു ഞെട്ടല. 13 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയാണത്, ടീനേജറാണത് കമ്പോസ് ചെയ്തത്. എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കത് ആ പ്രായത്തിൽ എനിക്ക് എന്ത് വിവരം ഉണ്ടായിരുന്നു എന്ന് ഞാൻ സ്വയം ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇതിനു മുന്നേ അങ്ങനെയുള്ള ഒരു ശ്രമങ്ങൾ, റാൻഡമായിട്ടൊരു ഫാമിലി ഫംഗ്ഷനാണ് ആ പാട്ട് ആദ്യമായിട്ട് പാടിയെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് മുന്നേ ഇങ്ങനെ കമ്പോസ് ചെയ്യാനുള്ള ഈ പരിശ്രമങ്ങൾ നടത്തുമായിരുന്നു. 10 വയസ്സ് മുതലേ ഇങ്ങനെ എഴുതിയിട്ട് ട്യൂൺ ഇടുന്നൊരു കമ്പോസ് എന്നൊക്കെ അതിന് പറയാമെന്ന് അറിയില്ല, എഴുതിയിട്ട് ട്യൂൺ കൊടുക്കുമായിരുന്നു. അതിന് പാട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം എനിക്ക് പാടാൻ പറ്റുന്ന എന്താണോ അതാണ് ട്യൂണായിട്ട് കൊടുത്തിരുന്നത്. അപ്പം സിംഗർ എന്നുള്ള രീതിയിൽ ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് വർക്ക്ഡ് ബാക്ക് ദെൻ. അങ്ങനെ എൻ്റെ ഒരുപാട് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു, ഒരുപാട് ഒഴിവ് സമയം ഉണ്ടായിരുന്നു. അപ്പം ഇരുന്നിങ്ങനെ എഴുതുമായിരുന്നു. കുറേ പാട്ടിലിങ്ങനെ എഴുതി കാണുന്നതിനെക്കുറിച്ചൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി ട്യൂൺ കൊടുത്ത് അതിലൊരു പാട്ട് മാത്രമാണ് സഖി എന്നുള്ളത്. അത് അതുപോലത്തെ കുറേ പാട്ടുകളുണ്ട്. കേൾക്കുന്ന ഇപ്പം ചോദിക്കും 13 വയസ്സിൽ ഇത്രയോ റൊമാൻസ് എവിടുന്ന് വരുന്നതെന്ന് ചോദിക്കും. അപ്പം അത് കേട്ട റൊമാൻസാണ്. ഇപ്പം നമ്മൾ സിനിമ പാട്ടിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ലൊരു സിനിമ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ലിറിക്സൊക്കെ പ്രേമമൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. പ്രേമം അല്ലെ സിനിമകൾ കാണുകയാണെങ്കിൽ സിനിമയിൽ എല്ലാത്തിലും വളരെ ഇൻവോൾവ് ആയിട്ട് അതിൻ്റെ അകത്തോട്ട് പോകുന്നൊരു പരിപാടി ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു. കുറേ സ്ഥലത്തു നിന്നുള്ള ഇൻസ്പിറേഷനൊക്കെ വെച്ചിട്ടാണ് അങ്ങനത്തെ ഒരു പാട്ട്, ഒരു വളരെ സീരിയസ്ലി റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട് ആ പ്രായത്തിൽ എഴുതിയത്.